പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണം. നമ്മുടെ ആസ്തി എന്ന് പറയുന്നത് നമ്മുടെ ഉടമ്പടി അനുഭവങ്ങൾ തന്നെയാണ്. ഒരു ദിവസം മേജർ സാക്ഷ്യങ്ങൾ, മൈനർ സാക്ഷ്യങ്ങൾ ഒത്തിരിയേറെ ഉണ്ട്, നൂറുകണക്കിനുണ്ട്. പക്ഷേ മേജർ സാക്ഷ്യങ്ങൾ ഒരു 70% എബവ് ഉടമ്പടി കണ്ടൻ്റുള്ളത്. ആ സാക്ഷ്യങ്ങളാണ് നമ്മൾ മെയിൻ ഓൾട്ടറെ പറയിപ്പിക്കുന്നത്. അത് തന്നെ ഒരു ദിവസം 10-20 എണ്ണം വരും. ഇപ്പോൾ 20 മേജർ സാക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു 300-600 സാക്ഷ്യങ്ങൾ, മേജർ സാക്ഷ്യങ്ങൾ, ഫുൾ ഉടമ്പടി കണ്ടൻ്റുള്ള സാക്ഷ്യങ്ങൾ ഒരു മാസം കിട്ടും. അപ്പോൾ അതിൽ നിങ്ങളുടെ വിഷയങ്ങൾ ഏതെങ്കിലും സാക്ഷികൾ കൈകാര്യം ചെയ്ത് കാണാം. ദാറ്റ് മീൻസ് ഉടമ്പടി കൈകാര്യം ചെയ്യപ്പെടാത്ത യാതൊരു പ്രശ്നവും മനുഷ്യന് നിലനിൽക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ നിശ്ചിതമായി ഉടമ്പടിയെ ജാഗ്രതയോടെ, ദൈവസ്നേഹത്തോടെ, ദൈവ മനസ്സ് ഇങ്ങനെ പൂ പോലെ വിരിയുന്നത് കണ്ടിട്ട് നിങ്ങളെങ്ങനെ അത്യാഹ്ലാദത്തോടെ വേണം സാക്ഷ്യങ്ങളിൽ സന്തോഷിക്കാൻ. സാക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിലുള്ള കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഭാവപകർച്ചകളാണ്. അത് കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യാശ വരും. എന്താണ്? കാലവിളംബമില്ലാതെ തന്നെ കർത്താവ് നമ്മുടെ കാര്യത്തിൽ ഇടപെടും. എപ്പോഴും വരുന്ന ഒരു വിഷയം മീൻസ് ഒരു ധ്യാന വിഷയമെന്ന് പറയുന്നത് ഈ കാലവിളംബം. ഇപ്പോൾ ഇന്ന് സുവിശേഷത്തിൽ അങ്ങനെ വായിച്ചിട്ടുണ്ട്. അതായത് കാലവിളംബം പ്രഖ്യാപിതമായി ദൈവത്തിൻ്റെ നയപരിപാടിയല്ല. പിന്നെ ആരാണ് കാലവിളംബം ഉണ്ടാക്കുന്നത്? ഇറ്റ് ഇസ് വി അവർ സെൽഫ്സ്. നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഉടമ്പടിക്ക് ഒരു കാലവിളംബം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഇറ്റ് ഈസ് അവർ പ്രോഡക്റ്റ്, നമ്മുടെ സൃഷ്ടിയാണത്. അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾ ഈ ഉടമ്പടി ധ്യാനത്തിൽ അന്വേഷിക്കേണ്ടത്. എങ്ങനെ ടൈം ഷോർട്ട് ചെയ്യാൻ പറ്റും? ടൈം ഷോർട്ടനിങ് എന്നുള്ളത് ദൈവത്തിൻ്റെ പോളിസിയുടെ ഭാഗമാണ്. പ്രഖ്യാപിതമായ ഒരു നയപരിപാടി ഉണ്ട് ഉടമ്പടിക്ക്. അതിൻ്റെ അകത്ത് ഒന്നാണ് റിസൾട്ടാണ് ടൈം ഷോർട്ടനിങ്. അത് സമയച്ചുരുക്കം. പക്ഷേ സമയച്ചുരുക്കം ചില ആൾക്കാർക്ക് സംഭവിക്കണില്ല എങ്കിൽ ബൈബിൾ പറയും ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി, നിങ്ങളുടെ ഒരു വിഷയമാണതെന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ എന്ത് വിഷയമാണ്? ഇപ്പോൾ നമ്മൾ 2 പത്രോസിൻ്റെ 3:8 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 2 പത്രോസ് 3:8-9 തിരുവചനങ്ങൾ. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ പറഞ്ഞേ. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു വ്യക്തിക്ക് ഇപ്പം കാലവിളംബം ഒന്നിനു വായിച്ചേ. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ, കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. വാഗ്ദാനം പാലിക്കുന്നതിൽ ഒരു ഹെവൻലി കർത്താവിൻ്റെ ഒരു സ്റ്റാൻഡിങ് പോളിസി എന്ന രീതിയിൽ ഒരിക്കലും താമസം വരുത്തത്തില്ല. എന്തിനു വരുത്തണം? നിങ്ങളുടെ കണ്ണീരിൻ്റെ കാര്യങ്ങൾക്ക് ദൈവം താമസം വരുത്തുമ്പോൾ ദൈവം ഒരു സാഡിസ്റ്റായിട്ട് വരത്തില്ലേ? ദൈവം സാഡിസ്റ്റ് അല്ലല്ലോ. ദൈവം സാഡിസ്റ്റ് എന്നല്ലെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി ജീവൻ പോലെ, നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ ഒരു ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.
യേശുവേ നന്ദി. അവനോട് കൂടെ സമസ്തവും നമുക്ക് നൽകപ്പെടുകയില്ല. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റോമ 8:32. റോമ 8:32. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ, പറഞ്ഞേ, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? അപ്പോൾ അത് ദാനമാണ്, അത് മെരിറ്റ് അല്ല. ശരിക്കും പറഞ്ഞാൽ അത് ഗ്രേസ് ആണ്. ദൈവത്തിൻ്റെ പുത്രൻ്റെ കൂടെ പുത്രനെ പോലും ഒഴിവാക്കാതെ. അപ്പോൾ റോമ 8:32 മഹാവചനമാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടി. അപ്പോൾ നോട്ട് ഓൺലി ഫോർ ക്രിസ്ത്യൻസ്, ക്ലിയർ അല്ലേ? അത് നമുക്ക് എല്ലാവർക്കും വേണ്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പിന്നെ ക്രിസ്ത്യൻസിന് വേണ്ടി മാത്രമല്ല, ക്രിസ്തുവിനെ ദൈവം നൽകിയിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? നമുക്ക് എല്ലാവർക്കും വേണ്ടി. കൈയടിച്ച് കർത്താവ് മുഴുവനായി ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. സന്തോഷത്തിന് ഒരിക്കൽ കൂടി പാടുക. ഇത്ര നല്ല ദൈവത്തോട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ധ്യാനത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പാട്ടുകൾ കേൾക്കും, നമ്മൾ പ്രാർത്ഥന പാടും, വചനം പ്രഖ്യാപിക്കും. ഇതെപ്പോഴെല്ലാം പരിശുദ്ധാത്മാവിനെ അതിശക്തമായി അഭിഷേകം നൽകാനുള്ള ഓരോ ജനലും വാതിലുമൊക്കെ നമ്മൾ തുറന്നിടുകയാണ്. അപ്പോഴും നിങ്ങൾ അതിലാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ല ചൂടാണല്ല ശോധപ്പതിരിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇരിക്കുകയാണ്. ഏത് സമയത്തും അഭിഷേകം സംഭവിക്കാം. ഈ ദിവസങ്ങളിലൊക്കെ ഈ സമയത്തൊക്കെ അച്ഛനിലൂടെ കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കണം, കർത്താവേ ദൈവസ്നേഹത്താൽ നിറക്കണമേ, കർത്താവേ വിശ്വാസത്താൽ നിറക്കണമേ, കർത്താവേ വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തണമേ, കർത്താവേ. അങ്ങനെ തീഷ്ണതയോടെ ഉത്സാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥിക്കട്ടെ. കർത്താവേ ദൈവസ്നേഹത്താൽ നിറക്കണമേ, കർത്താവേ. കർത്താവേ വിശ്വാസത്തെ നിറക്കണമേ, കർത്താവേ. വിശ്വാസത്തോടെ സ്ഥിരപ്പെടുത്തണമേ, കർത്താവേ. എന്നെ ആത്മാവിനെ അഭിഷേകിക്കണമേ, കർത്താവേ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഞങ്ങളിൽ ദൈവിക പുണ്യങ്ങൾ ആരാധനയുടെ യോഗ്യതയാൽ വർദ്ധമാനമാക്കുവാൻ കൃപയാകണമേ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തിന് തോന്നണം. നമ്മുടെ ആരാധനയൊക്കെ കാണുമ്പോൾ ഇതൊരു മെക്കാനിക്കല്ല, ഇതൊരു അനോയിൻറ്റിങ് ആണെന്ന് തോന്നണം. രണ്ട് ഫോർമാറ്റിൽ നമുക്ക് ആരാധിക്കാം. മെക്കാനിക്കലായിട്ട് ആരാധിക്കാം. എന്ന് ഞാൻ നിങ്ങൾ പറയുന്നു, ഞാൻ തത്തമെന്ന് പറയുന്നു, നിങ്ങൾ പൂച്ച എന്ന് പറയുന്നു, അങ്ങനെ പറയാൻ നമുക്ക്. അത് മെക്കാനിക്കലാണ്. മറിച്ച് നിങ്ങളുടെ ഈ ആന്തരികമായ ഒരു ത്രൈവ്, ആന്തരികമായ ഒരു ചോദനയിൽ നിങ്ങൾ സ്വയം പ്രേരിതരായി ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാനെന്നുള്ള ബോധ്യത്തോടു കൂടി എൻ്റെ എല്ലാ കഷ്ടനഷ്ടങ്ങളെയും കർത്താവിൻ്റെ കഷ്ടനഷ്ടങ്ങളോടും കുറിച്ചോടും ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിൽ ഭാഗമാക്കാൻ വേണ്ടി കർത്താവിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന ആന്തരിക ബോധ്യത്തോടെ ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളെ പ്രത്യേകമായി പേര് ചൊല്ലി വിളിച്ചതിന്, തിരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. നിന്റെ മുൻപിൽ കാഴ്ച. ഇത്ര നല്ല ദൈവത്തോടെ, ഇത്ര നല്ല
ഈ സ്തുതിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈ മോര് കടയത്തില്ലേ, ഈ സ്തുതിപ്പും പ്രാർത്ഥനയൊക്കെ ഒരു കടച്ച പോലെയാണ്. കടച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വെണ്ണ ഇങ്ങനെ പൊന്തി വരും അല്ലേ? അതുപോലെ സ്തുതിപ്പിൻ്റെ സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സ്വന്തമായിട്ടാണ് സ്തുതിക്കണത് എങ്കിൽ, ആദ്യമൊക്കെ ചില സമയത്ത് നമ്മളുടേതായിട്ടുള്ള ഒരു ഇനിഷ്യേഷൻ, മുൻകൈയൊക്കെ ഉണ്ടാകും. പിന്നീട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഒരു അഭിരുചി, ഒരു അഭിനിവേശം ആന്തരികമായി നമുക്ക് തോന്നും. ദൈവസ്നേഹം നിറഞ്ഞു കാണും. അപ്പോഴേ അതാണ് ഈ സ്തുതിപ്പിൻ്റെ അകത്ത് വെണ്ണായിട്ട് പൊന്തണത്. എന്താണ്? ദൈവസ്നേഹമാണ്. സ്തുതിപ്പിൽ ദൈവസ്നേഹത്തോടെയാണ് നീ സ്തുതിക്കണത്, ദൈവസ്നേഹത്തോടെയാണ് നീ പ്രാർത്ഥിക്കണത്, ദൈവസ്നേഹത്തോടെയാണ് നീ വിശ്വസിക്കണത് എന്ന് നിനക്ക് തോന്നുന്ന സമയത്ത് ഈ അഭിഷേകം ഉണ്ടാകും. അഭിഷേകം ഉണ്ടായിട്ട് എന്താണെന്നറിയാമോ? ആന്തരിക ബോധ്യമാണ്. ആന്തരിക ബോധ്യം എന്താണ്? എന്തെല്ലാം ക്ലേശങ്ങളിലൂടെയാണ് നീ പോണതെങ്കിലും നിൻ്റെ ഉള്ളിൽ, നിൻ്റെ മനസ്സിൽ ദൈവം പറഞ്ഞിരിക്കുന്നത് പോലെ ഈ വിഷയം ഞാൻ അതിജീവിക്കും, ഈ വിഷയത്തിന് കർത്താവിന് തീരുമാനമുണ്ട്, ഈ വിഷയത്തിൽ എൻ്റെ കർത്താവ് എന്നെ ജയിപ്പിക്കും, ഈ വിഷയത്തിൽ ഞാൻ വീണു പോകാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല എന്നുള്ള ആന്തരികമായി. അതാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടില്ലേ? ഐസയ്യ 43:18 എടുത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശയ്യ 43:18. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? എന്ന് പറഞ്ഞാൽ അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? അപ്പോൾ നമുക്ക് സംഭവിക്കാൻ പോകുന്ന നന്മകളെ കുറിച്ച് നമുക്കൊരു മുന്നറിവ് കിട്ടുമെന്നാണ് പറയണത്. ഇതാണ് ദൈവാനുഭവത്തിൻ്റെ ഒരു പണി. അത് നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കിഷ്ടപ്പെട്ട സാക്ഷ്യം ഉണ്ടായിരുന്നു. അങ്ങനെ എലിസബത്ത് ബെന്നി കൊട്ടുവള്ളി, എറണാകുളം സൈഡാണെന്ന് തോന്നുന്നു, കൊട്ടുവള്ളി വടക്കംപറവൂര്. അപ്പോൾ എലിസബത്ത് ബെന്നി കൊട്ടുവള്ളി അതെനിക്കിഷ്ടപ്പെട്ടൊരു സാക്ഷ്യമാണ്. അവരുടെ സാക്ഷ്യം എനിക്ക് ഇഷ്ടപ്പെടാൻ കാര്യം അറിയാമോ? അവരുടെ ഉപജീവന മാർഗമെന്ന് പറയുന്നത് പപ്പടം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. നിങ്ങൾക്കറിയാവില്ല, ഒരു പപ്പടം ഉണ്ടാക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും. കുറേ ആ വട്ടത്തിലുള്ള പപ്പടം ആക്കിയെടുക്കണതിന് ഒരു പക്ഷേ അതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന പൈസയേക്കാളും നമ്മളൊരു 50 ഇരട്ടി അധ്വാനം അതിൻ്റെ അകത്ത് കൊടുക്കണം. അത് ഒരു പക്ഷേ ഏറ്റവും ഒരു സങ്കടം പിടിച്ചൊരു ജോലിയാണിത്. മറ്റ് നമ്മൾ വേറെ കൂടെയൊക്കെ ഒട്ടിക്കണ കുഞ്ഞുമണിയൊക്കെ ഉണ്ടല്ലോ, അത്തരം കുഞ്ഞുമണികൾ എളുപ്പമല്ല ഇത് നല്ല പാടുള്ള പണിയാണ്. ഇത് ഒട്ടിക്കണ ജോലിയാണ് അവർക്ക്, അവരുടെ ജീവിതമാർഗ്ഗമാണത്, പപ്പടം ഉണ്ടാക്കുക എന്നുള്ളത്. പിന്നെ ഭർത്താവിന് ജോലിയുണ്ട്, അത് ഈ നാട്ടിലുള്ള ജോലിയാണ് ഉള്ളത്. പക്ഷെ ഒരു പ്രാവശ്യം കുഴപ്പമുണ്ടായി. കുഴപ്പമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിന് മൂത്രത്തിൽ കിഡ്നിയിൽ കല്ല് വന്നപ്പോൾ ഭയങ്കര വേദന വന്ന് അവർ ഡോക്ടറിനെ കൊണ്ട് കൊടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കിഡ്നി മാക്സിമം പോയിരിക്കുകയാണ്, അതിൻ്റെ അകത്ത് നിറച്ച് കല്ലാണ്, അപ്പോൾ അതെടുത്ത് കളയണം മൊത്തം, പിന്നെ ഒരു കിഡ്നിയേ ഉണ്ടാകത്തുള്ളൂ. അതിൻ്റെ അകത്തൊരു കല്ല് വന്ന് ഇപ്പോൾ ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കിഡ്നി എടുത്ത് കളഞ്ഞു. നോക്കി, ഒരു കുടുംബത്തിൽ വരുമാനം ഉണ്ടാകുന്നത് ആളിന് അതിൻ്റെ കിഡ്നി പറഞ്ഞ് എടുത്ത് കളഞ്ഞു. ഇനി എന്താ പ്രശ്നം? ഇനി ഡയറ്റാണ്, പണ്ടാര ഡയറ്റായിരിക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു കല്ല് കൂടെ ഒരു കിഡ്നി എടുത്തു കഴിഞ്ഞിട്ട് ഡോക്ടർ അടുത്ത കിഡ്നിയിൽ നിന്ന് ആ കല്ല് മാത്രം എടുത്ത് എന്തോ കീഹോൾ ചെയ്ത് അതും കളഞ്ഞു. പക്ഷേ ഡോക്ടർ പറഞ്ഞു ഇനിയുള്ള സമയമൊക്കെ വളരെ സൂക്ഷിക്കണം, ഭക്ഷണം, ഉറക്കം, പ്രഷർ ഉണ്ടാകരുത്, ക്രിയാറ്റിൻ കൂടരുത്, കുറേ നിബന്ധനകളൊക്കെ പറഞ്ഞു. ഈ പപ്പടക്കാരത്തിയോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്? ഇരുന്നുരുകി മെഴുകുതിരി പോലെ തീർന്നു പോവുകയുള്ളൂ. ഈ മനുഷ്യരൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഈ ഒരു കാര്യം നടന്നില്ലെന്ന് പറഞ്ഞ് മോന്തം കയറ്റി നടക്കരുത്. അതാണ് ഇത്തരം മനുഷ്യരൊക്കെ ഈ ഭൂമി ജീവിക്കുന്നുണ്ടേ. നിങ്ങളിങ്ങനെ എന്ന് വെച്ചാൽ അയ്യോ അത് നടന്നില്ല, വിസ വന്നില്ല, പറമ്പ് വയ്ക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കാര്യം ആനക്കാര്യമാണെന്ന് കർത്താവിൻ്റെ അടുത്ത് മുമ്പിൽ ഈ പന്നിയുടെ മോന്ത കാണിക്കരുത്. അടി പാർസൽ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതായത് അപ്പോൾ ഈ ചേച്ചി വന്നിട്ട് ഉടനെ ഉടമ്പടി എടുത്ത്, കാര്യം ഇനിയും നിലനിൽപ്പിലില്ല. ഉടമ്പടി എടുക്കാൻ കാരണമുണ്ട്, വെറുതെ ഉടമ്പടി എടുത്ത എല്ലാവരെയും. ഈ കിഡ്നി പോയി കഴിഞ്ഞപ്പോൾ
പിന്നീട് ഒരു ദിവസം ഈ ഭർത്താവ് വീട്ടിലോട്ട് വരുമ്പോൾ ബെന്നി പറഞ്ഞിട്ട് പറഞ്ഞിടൂ എനിക്കൊരു ശ്വാസം, ഞാൻ അണക്കണല്ലാടൂ, എനിക്ക് ശ്വാസം മുട്ടണല്ലാടൂ എന്ന് പറഞ്ഞ്. എനിക്കൊന്നിട്ടേ ഒരു കിഡ്നി പോയി, മറ്റേ ഡയറ്റ്, ഇനിയിപ്പോൾ ഇയാളെന്താ പറയണത്, ശ്വാസം മുട്ടുന്ന. അതായത് ഒരു 2 കുഞ്ഞുങ്ങളെ പോയിട്ടാണ് തള്ള ഇത് കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ പ്രഷർ അടിച്ച് നമ്മൾ വീണു പോകും. അപ്പോൾ ഈ ചേച്ചി പറയും, സാരമില്ല, നമുക്ക് നാളെ ആശുപത്രിയിൽ പോകാം. അപ്പോൾ ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ആൻജിയോഗ്രാം ചെയ്യണം, പിന്നെ TMD ഒക്കെ എന്താണ് ഒരു മെഷീനൊക്കെ കയറ്റി ഓടിക്കത്തില്ലേ, TMD അതൊക്കെ ചെയ്ത് പിന്നെ ആദ്യമായി തന്നെ ഇവർ ECG ഒക്കെ എടുത്തു, അപ്പോൾ കുഴപ്പമായിരുന്നു. പിന്നെ TMD എടുത്തു, അപ്പോൾ കുഴപ്പമായി. പിന്നെ അവരെ സ്കാൻ ചെയ്ത് അപ്പോൾ പറഞ്ഞു 4 ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. 4 ബ്ലോക്ക്. ഈ മനുഷ്യന് കിഡ്നി ഇല്ലാത്തൊരു മനുഷ്യന് 4 ബ്ലോക്ക്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? പിന്നെ ഒരു കാർഡിയോളജിസ്റ്റ് അടുത്ത് പോയി. കാർഡിയോളജിസ്റ്റ് പോയപ്പോൾ കാർഡിയോളജിസ്റ്റ് അടുത്ത് പോകുന്നതിന് മുമ്പ് ഈ ചേട്ടത്തി വന്ന് ഉടമ്പടി ചെയ്യും. ആ ഉടമ്പടി ചെയ്യുന്ന സിറ്റുവേഷൻ കണ്ടില്ലേ നിങ്ങൾ? 4 ബ്ലോക്ക് ഉണ്ടെന്ന് പറയുന്ന സമയത്താണ് ഈ അനുദിന ജീവിതത്തിൽ പപ്പടം വിറ്റ് ഭർത്താവിന് ഇപ്പോൾ ജോലി ചെയ്യാൻ പറ്റണില്ല. പപ്പടം വിറ്റ് മാത്രം പപ്പടം ഉണ്ടാക്കി വിറ്റിട്ട് പിന്നെ ബാക്കിയുള്ള സമയത്ത് ആശുപത്രി കൊണ്ടുപോകും, ഡോക്ടറിനൊക്കെ കാണിക്കും, ഇങ്ങനെ ജീവിക്കുകയാണ്. ഇതിന് ഉടമ്പടി ചെയ്തപ്പോൾ ഇവർക്ക് ഒരു ഉറപ്പായി. ഉടമ്പടി ചെയ്ത് മാതാവിൻ്റെ മുമ്പിൽ കണ്ണീരിട്ടപ്പോൾ തന്നെ ഞാനീ പറഞ്ഞ പോലെ സംഭവം നടന്ന് എന്താണ്, ഈ വിഷയം അമ്മ ഏറ്റെടുക്കുവന്ന് അമ്മ ഒരു നോട്ട് കൊടുത്തു അവൾക്ക്. അപ്പോൾ ഒരു ധൈര്യം കിട്ടി. കാര്യമില്ലേ, ശരിക്കും പറഞ്ഞാൽ ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരൊക്കെ അപൂർവമാണ്, അവർക്ക് സഹായിക്കാൻ പറ്റിയ കണ്ടീഷൻസ് അല്ല. ഈ കിഡ്നി എടുത്തപ്പോൾ തന്നെ 3 ലക്ഷം രൂപ പോയി. അതിൻ്റെ കടം ഇപ്പോഴും തീർന്നിട്ടില്ല. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഹാർട്ടും പോയിരിക്കണത്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഉടമ്പടി എടുത്തിരിക്കണത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് അമ്മ ഒരു തോണ്ടിയിട്ടുണ്ട് എവിടെയോ ഉള്ളിൽ. അതോടുകൂടി ഇവർക്ക് മനസ്സിലായി അമ്മ ഇത് എവിടെയെങ്കിലും കൊണ്ടേ കെട്ടുമെന്ന് മനസ്സിലായി. അത് ആന്തരികമായ ബോധ്യമുണ്ട്. അതാണ് ഈ വചനം പറയണത്. എന്താണ്? ഒരു പുതിയ കാര്യം പറഞ്ഞ വായിച്ചോളൂ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു. അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? അപ്പൊ നമ്മൾക്ക് അറിയാൻ പറ്റും. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് നിങ്ങളൊരു നിലനിൽപ്പിന് ഇപ്പം നിങ്ങൾ എന്ത് വിഷയമായാലും ഉടമ്പടിയിൽ വരുന്ന വിഷയങ്ങൾ നിങ്ങൾക്കറിയാം. ഇത് പകുതി മുക്കാലും നോട്ട് ബൈ മെറിറ്റിലേ വരത്തുള്ളൂ. നോട്ട് ബൈ മെറിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ യോഗ്യതയിലും അത് കോമൺ സെൻസിലും റീസണബിളായിട്ട് ഒന്നും വരത്തില്ല. റീസണബിളായിട്ട് നടക്കാത്ത ചില കാര്യങ്ങളാണ് ഉടമ്പടിയിൽ വരണത്. ഇപ്പം തന്നെ ഇന്നലത്തെ ഒരു സാക്ഷ്യം എന്ന് വെച്ചാൽ മാൾട്ടായുടെ ഉടമ്പടിയാണ്, മാൾട്ടായുടെ വിസയാണ്. പക്ഷേ പൈസയൊക്കെ കൊടുത്തു, പിന്നെ പൈസ തിരിച്ച് വാങ്ങിച്ച്. പൈസ കൊടുത്തപ്പോൾ പിന്നെ അത് മനസ്സിലായി തട്ടിപ്പാണ് വെട്ടിപ്പാണെന്ന് പറഞ്ഞ് ഇവർക്ക് ആരാണ്ടൊക്കെ പറഞ്ഞു കൊടുത്ത് തല കയറ്റി പ്രാന്തി പിടിപ്പിച്ച് അവസാനം പൈസ എങ്ങനെ തല ഊരിയെടുക്കാൻ വേണ്ടി പിടിച്ച് മേടിച്ചവർ ഏജൻറ്റിക്ക് എന്ന് പിടിച്ച് മേടിച്ച് ഏജൻറ്റ് പൈസ തിരിച്ച് കൊടുക്കുകയും ചെയ്ത്. പക്ഷേ ഉടമ്പടി കിടപ്പുണ്ടായിരുന്നു. ഈ ചിലർക്ക് വരുന്ന ഒരു അബദ്ധം എന്തറിയാമോ? ഉടമ്പടി ഇടുകയും ചെയ്യും, നാട്ടുകാർ പറഞ്ഞാൽ കേൾക്കുകയും ചെയ്യും. അവിടെയാണ് കുഴപ്പം പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഉടമ്പടിയിലല്ല. ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയത്തിന് ദൈവദത്തമായ ഒരു മറുപടി കിട്ടുന്നവരെ മനുഷ്യന്മാരുടെ മറുപടികൾ തേടിയെടുത്താൽ നിങ്ങൾ ഉടമ്പടി സെൽഫ് ബ്രേക്കാകും. ഉടനെ തന്നെ സെൽഫ് ഗോൾ അടിക്കത്തില്ലേ? ചില ആൾക്കാർ അവിടെ പോസ്റ്റ് തന്നെ ഗോൾ അടിക്കത്തില്ലേ? എന്നിട്ട് ശത്രുക്കൾക്ക് എന്ത് പോയിൻ്റ് കൊടുക്കത്തില്ലേ? അതുപോലെ നിങ്ങൾ ഉടമ്പടി ഇരിക്കുമ്പോൾ വഴിയെ പോണവരൊക്കെ പറയണതൊക്കെ കേട്ട് നിങ്ങൾ മനസ്സ് ചാഞ്ചല്യത്തോടു കൂടി എന്തിനും പെരുമാറിയാൽ ഉടമ്പടി ബ്രേക്കാകും. പക്ഷേ ദൈവത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മളെ വിശ്വസ്തതക്കുറവ് കാണിച്ചാലും ദൈവത്തിൻ്റെ ഈ സ്വഭാവത്തിൽ വിശ്വസ്തതക്കുറവില്ല. അതാണ് നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോൾ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തമായി ശ്രുതികട്ടെ. 2 തിമോത്തി 2:13. 2 തിമോത്തി 2:13. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. ഒത്തിരി പറഞ്ഞേ. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. അപ്പം നമ്മൾക്ക് ഇങ്ങനെ ഏകപക്ഷീയമായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല.
ഏകപക്ഷീയമായി നമ്മൾ വിഡ്രോ ചെയ്താലും ഉടമ്പടി നിലവിലുണ്ടാകും അവിടെ. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം എന്താണ്? അത് 2 തിമോത്തി 2:13 നമ്മൾ അവിശ്വസ്തരായിരുന്നാലും പറഞ്ഞേ, നമ്മൾ അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. അവൻ വിശ്വസ്തനായിരിക്കും. അപ്പോൾ ഈ അവിശ്വസ്തത അങ്ങനെ വന്നത് എങ്ങനെയാണ്? ഈ മാൾട്ടാക്കാരത്തേക്ക് എങ്ങനെ അവിശ്വസ്തത വന്നത്? ആരുടെയൊക്കെ കാര്യം പറഞ്ഞു, മാൾട്ടായിൽ ഇപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അവിടെ ഇപ്പോഴും ഏജൻറ്റുമാർ പറ്റിക്കുന്നുണ്ട്, അക്കോമഡേഷൻ ഇല്ല, ഭക്ഷണമില്ല, അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ജോലി കിട്ടില്ലെന്ന് വരുമോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭ്രാന്ത് പിടിപ്പിച്ചു. ഈ പ്രാർത്ഥിക്കാത്തവരെ ഭ്രാന്ത് പിടിപ്പിക്കാൻ പറ്റും നമുക്ക്. ഉടമ്പടിയിലുള്ള ഞങ്ങൾ എന്തുകൊണ്ടാണ് ഉടമ്പടിയിൽ നിങ്ങളെ പ്രെയർ ലൈഫ് കണ്ടിന്യൂ ചെയ്യാൻ പറയണത്? നിങ്ങൾ പ്രെയർ ലൈഫിലല്ലെങ്കിൽ നിങ്ങൾ സാധാരണ സെക്കുലർ പേഴ്സണാണ്. സെക്കുലർ പേഴ്സണെ ഭ്രാന്ത് പിടിപ്പിക്കാൻ പറ്റും. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സ്ക്രൂ ചെയ്താൽ മതി. ഇങ്ങനെയുള്ള കുറേ നുണയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ വിഷമിച്ചിട്ട് അയ്യോ കാശും പോയില്ല എന്ന് പറയും. അങ്ങനെ ഇവർ കാശ് തിരിച്ച് മേടിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നാ പറ്റി? ഏജൻറ്റ് വിളിച്ചു. ഏജൻറ്റുമായിട്ട് തന്തക്കൊക്കെ വിളിച്ചാണ് കാശ് മേടിച്ചിരിക്കണം, അറിയാമോ? മനസ്സിലായില്ലേ? വെറുതെ കാശ് കിട്ടത്തില്ല. അയാൾ സർവീസ് ചാർജ് പോലും എടുപ്പിക്കാതെ അയാളെ കൊണ്ട് കുഴത്തിൽ പിടിച്ചാൽ കാശ് വാങ്ങിച്ചവരെ. ഇപ്പം എന്നാ പറ്റിയിരിക്കണത്? കർത്താവ് നമ്മൾ അവിശ്വസ്തരായി, നാട്ടുകാർ പറഞ്ഞ കേട്ട് കാശ് വാങ്ങിച്ചു, ഉടമ്പടിയൊക്കെ മറന്നുപോയി. ഉടമ്പടി നിങ്ങൾ മറക്കണ കൊണ്ടാണല്ലോ നാട്ടുകാർ പറഞ്ഞിട്ട് കാശ് മേടിക്കണേ. ഉടമ്പടി നിങ്ങൾ മറക്കുന്ന കൊണ്ടാണ് നാട്ടുകാർ പറയുമ്പോൾ നിങ്ങൾ അത് കേട്ടിട്ട് നിങ്ങൾ അവിടേക്ക് നിന്ന് കാശ് വാങ്ങിക്കണത്. കാശ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ റെഡിയായി. മാൾട്ടായിലെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞതാണ്. ഇവിടെ ജോലി റെഡിയായി. ഏജൻറ്റ് വിളിച്ച് പറഞ്ഞു അത് ഓക്കെ ആയെന്ന് പറഞ്ഞു. ഒക്കെ പോകാൻ ഉദ്ദേശമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി പോകാമെന്ന് പറയും. ഇപ്പം എന്നാ പറ്റി? അവർ തിരിച്ചു വന്ന് ഇപ്പം കയറി പോകുകയാണ്. അതെല്ലാം അതായത് നമ്മളെ ഒരു കാര്യം അവിശ്വസ്തത കാണിച്ചാൽ നമുക്ക് വരാൻ പോകുന്ന പ്രശ്നം എന്താണെന്നറിയാവോ? വലിയ പ്രശ്നങ്ങൾ. ഉടമ്പടി ഇരുന്നതിന് ശേഷം നമ്മളിങ്ങനെ പഴയ ഉടമ്പടി എടുക്കാത്തതായിട്ടുള്ള രീതി ജീവിച്ചിട്ട് നാട്ടുകാർ പറയണ കേട്ടിട്ട് നമ്മൾ ചാഞ്ചലചിത്തരായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം ഈ അവിശ്വസ്തത നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമല്ലോ. അവിശ്വസ്തത ഉണ്ടായാൽ ബ്രാൻഡഡാണ്. ഇൻഫിഡലിറ്റി ബ്രാൻഡഡാണ്. അപ്പം നീ നാളെ വിശ്വസിച്ചെന്ന് പറഞ്ഞാലും ദൈവം അംഗീകരിക്കത്തില്ല. ദൈവത്തിൻ്റെ ജോലി ചെയ്ത് മാറ്റി. പക്ഷെ നീ എന്ത് ചെയ്ത്? ബ്രാൻഡഡായി. എന്താണ്? ഇൻഫിഡലായി, അവിശ്വസ്തതയായി. അവിശ്വസ്തത എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നിത്യത വരെ ബാധിക്കുന്ന ഭയങ്കരമായൊരു ചതിക്കുഴിയാണ്. നിത്യത വരെ ഈ ആത്മാവ് ഇൻഫിഡലാണ്, ബ്രാൻഡഡാണ്. ഇൻഫിഡൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വ്യഭിചാരികൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവിശ്വസ്തർ, പിന്നെ തീത്തടാകം എന്നൊക്കെയാണ് പറയണത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ആരാധന, ഹല്ലേലൂയ, 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 ആരാധന, വെളിപാട് 21:8. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. ഒറ്റ നടക്ക് പോകത്തില്ലെന്ന്. ഡെഡ് ബോഡിയാണെന്നാണ് പറയണത്. ഈ പിശാചിനെ ഡെഡ് ബോഡി എന്നാണ് പറയണത്. ദൈവത്തിൻ്റെ തിരുസന്നിധി വന്നിട്ട് അവളുടെ നാട്ടിൽ ഉള്ള പോക്രിത്തരം കാണിച്ചതാണ്. പണി കിട്ടിയ കണ്ടില്ലേ? നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണത്. ഭീരുക്കളെന്നാണ് പറയണത്. അതായത് ഉടമ്പടി ചെയ്തതിന് ശേഷം പിന്നീട് ഇവർ സെൽഫായിട്ട് വിഡ്രോ ചെയ്യും. അതിൽ നിന്ന് മാറിയിട്ട് നാട്ടുകാരുടെ വർത്തമാനം കേൾക്കും. അതിൻ്റെ കാര്യം അവരെ വിളിക്കണത് ഭീരുക്കൾ. അവരെ ബ്രാൻഡ് ചെയ്യണത് എങ്ങനെ? അവരുടെ കൂടെ ആ ബെഞ്ചിലിരിക്കുന്ന ആൾക്കാരൊക്കെ ആരാണെന്ന് അറിയാമോ?
ഒന്ന് വായിച്ചേ. ഭീരുക്കൾ, ഭീരുക്കൾ, അവിശ്വാസികൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകമായിരിക്കും. അപ്പം ദൈവം വിശ്വസ്തനായിക്കൊണ്ട് ദൈവം ഉടമ്പടി പാലിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. പക്ഷെ നിങ്ങൾ കാണിച്ചിരിക്കുന്ന വിഷയമില്ലേ, ദൈവത്തിനെ അവിശ്വസിക്കുകയും അവിശ്വസ്ത കാണിച്ചുകൊണ്ട് ലോകത്തിന് ദൈവത്തേക്കാൾ കൊണ്ട് അനുസരിച്ചില്ലേ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് നമുക്കറിയാം, ഈ അനുതാപവും കാലവിളംബവും തമ്മിൽ ഇൻ്റർകണക്റ്റഡ് ആണ്. അനുതാപവും കാലവിളംബവും, ഇപ്പോൾ നിങ്ങൾക്ക് കാലവിളംബം വരുന്നു എന്ന് കാണുന്നില്ലേ? കാലവിളംബം വരുന്നത് എന്തുകൊണ്ടാണ്? 2 പത്രോസിൻ്റെ 3:8 പറഞ്ഞ എന്താണ്? കാലവിളംബം ദൈവത്തിൻ്റെ പദ്ധതിയല്ല. പിന്നെ എന്താണ്? നിങ്ങൾ അനുതപിക്കാൻ വേണ്ടി ദൈവം കാണിക്കുന്ന ദീർഘക്ഷമയാണെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് കാലവിളംബം വരുന്നുണ്ടെങ്കിൽ ഇപ്സോ ഫാക്ടോ അതിനർത്ഥം എന്താണ്? ദൈവം നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു. ദൈവം നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു വെച്ചാൽ അർത്ഥം എന്താണ്? ആരും നശിച്ചു പോകാതിരിക്കണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 3:9 വായിച്ചോളൂ. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ. എന്താ പറയണത്? ആരും നശിച്ചു പോകാതെ. ഇത് നിത്യതയുടെ കാര്യമാണ് ഈ പറയണത്, അല്ല നിങ്ങൾ കാറിടിച്ച് ആകണ കാര്യമല്ല പറയണത്. ആരും നശിച്ചു പോകാതെ. കാര്യം ഇവിടുന്ന് IELTS പാസ്സായാലും നിത്യത കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവിടുന്ന് 10 മക്കളെ നിങ്ങൾ പെട്ടെന്ന് വിചാരിച്ചു, മക്കളിലായിരുന്നു ഉടമ്പടി എടുത്ത് 10 പെട്ടെന്ന് വിചാരിച്ചു, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്ന് പറഞ്ഞാലും ഈ 10 മക്കളും അമ്മയും കൂടി നരകത്തിൽ പോയാൽ എന്ത് ചെയ്യും? അതാണ് പ്രശ്നം. നിങ്ങൾ കിട്ടുന്ന ഭൗതിക ആനുകൂല്യത്തിൻ്റെ പേര് ദൈവത്തെ നിങ്ങൾ അളക്കരുത്. മറിച്ച് എന്താ സംഭവിക്കണത്? ഇതിൻ്റെ ഉള്ളിൽ ദൈവം ഉദ്ദേശിക്കുന്ന അൾട്ടിമേറ്റ് എയിമുണ്ട്. നിങ്ങൾക്കൊരു നയമുണ്ട്, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. പക്ഷേ ദൈവത്തിന് വേറെ ലക്ഷ്യമുണ്ട്. നിങ്ങളുടെ ലക്ഷ്യമല്ല ദൈവത്തിൻ്റെ ലക്ഷ്യം. നിങ്ങളുടെ ലക്ഷ്യം എന്നാണ് ഭൗതിക ആനുകൂല്യങ്ങളാകുന്ന അനുഗ്രഹങ്ങൾ കൈപ്പറ്റുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ലക്ഷ്യം എന്തെല്ലാം കൈപ്പറ്റിയാലും ലോകം മുഴുവൻ നേടിയാലും 16 എടുത്ത് മത്തായി 16 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ലോകം മുഴുവൻ നേടിയാലും. വായിച്ചോളൂ. മത്തായി 16:26. മത്തായി 16:26. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ബൈബിളിന്റെ നിലപാട് ഇതാണ്. എന്താ കാര്യം? നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടോ ഇല്ലയോ? 2 തരത്തിലുള്ള പ്രയോജനമാണ് ദൈവം. നിങ്ങൾ അതായത് ഇറ്റ് യൂസ്ഫുൾ ഓർ നോട്ട്. നമ്മൾ പറയും ഇറ്റ് ഈസ് യൂസ്ഫുൾ. നിങ്ങളുടെ സ്ഥലം വിറ്റു, അപ്പോൾ യൂസ്ഫുള്ളായി. നിങ്ങളുടെ ജപ്തി ഒഴിഞ്ഞു പോയി, യൂസ്ഫുള്ളായി. കാനഡയിൽ PR കിട്ടി, യൂസ്ഫുള്ളായി. നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു, പീസ്ഫുള്ളായി. നിങ്ങൾ വീട് വെച്ചു, അതുപോലെ യൂസ്ഫുള്ളായി. പക്ഷേ ദൈവം പറയും ഇറ്റ് ഈസ് യൂസ്ലെസ് എന്ന് പറയും. ദൈവം എന്താ? നിങ്ങൾ കല്യാണം കഴിച്ചാലും മക്കളുണ്ടായാലും സ്ഥലം മേടിച്ചാലും ജോലി കിട്ടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? ഇറ്റ് ഈസ് യൂസ്ലെസ്. അപ്പം നമ്മൾ യൂസ്ഫുൾ ആണെന്ന് പറയുന്ന കാര്യം ദൈവം യൂസ്ലെസ് എന്ന് പറയും. എന്താ കാര്യം? അതുകൊണ്ട് നിത്യത ഒരു മനുഷ്യൻ്റെ ഉടമ്പടി പാക്കേജിലുള്ള അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. എന്താ കാര്യം? ദൈവം എന്തുകൊണ്ടാണ് കാലവിളംബം വരുത്തുന്നത്? എന്തുകൊണ്ടാണ്? അത് ദൈവം ദീർഘക്ഷമയുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ദൈവം ദീർഘക്ഷമയുള്ളത്? കാത്തിരിക്കണം. ദൈവം കാത്തിരിക്കുന്നു. അപ്പം നമുക്ക് താമസിക്കണതല്ല പ്രശ്നം. അല്ല നിങ്ങൾ പറയാം അവിടെ എന്ത് നോൻപാണ് അവർക്ക്, അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ഇന്ത്യയും കാനഡയും തമ്മിൽ ഇപ്പോൾ ഡിപ്ലോമസി ഇല്ല, അംബാസഡറിനെ തിരിച്ചു വിളിച്ചു. അതൊക്കെ നിങ്ങൾ പറഞ്ഞ ഭൗതിക കാര്യങ്ങളാണെന്ന്. ദൈവത്തിൽ ഇതൊന്നും പ്രശ്നമല്ല.
ഏത് ഡിപ്ലോമസി ഇല്ലെങ്കിലും ദൈവം നിൻ്റെ ചീട്ടെടുത്താണ് ഉള്ളത്. അത് ഗവൺമെൻറ്റുകൾക്ക് അതീതമാണ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ. പക്ഷേ നിങ്ങൾ പറയുന്ന കാര്യങ്ങളല്ല കാര്യങ്ങൾ. ദൈവം എന്തുകൊണ്ട് കാലവിളംബം വരുത്തുന്നു വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണ്? ആരും ഇതെല്ലാം നേടിയിട്ടും ആരും നശിച്ചു പോകരുത്, നിത്യതയിൽ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകണം. അതുകൊണ്ട് എന്ത് ചെയ്യും? അവിടുന്ന് ദീർഘക്ഷമ വരുത്തും. എന്നുവെച്ചാൽ ക്ഷമ തന്നെ ദീർഘക്ഷമ. ക്ഷമിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കും. ക്ഷമ 1-ാം ഘട്ടം, ക്ഷമ 2-ാം ഘട്ടം, ക്ഷമ 3-ാം ഘട്ടം, ക്ഷമ 4-ാം ഘട്ടം, ക്ഷമ 5-ാം ഘട്ടം. എന്തിനാണ് ക്ഷമിക്കണത്? നിങ്ങളുടെ തിന്മയിൽ നിങ്ങൾ മാറാൻ വേണ്ടിയാണ് ക്ഷമിക്കണത്. മനസ്സിലായില്ലേ? ദീർഘക്ഷമയുടെ ഉദ്ദേശം എന്തിനാണ്? റീഡ് ഇറ്റ് അഗൈൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 2 പത്രോസ് 3:9. 2 പത്രോസ് 3:9. ആരും നശിച്ചു പോകാതെ, പറഞ്ഞോളൂ, ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ. ദൈവം നമ്മളോട് കാണിക്കുന്ന ദീർഘക്ഷമയാണ് ഈ കാലം ഇങ്ങനെ ദീർഘിച്ചുകൊണ്ട് പോണത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇടിവിക്കാൻ താമസിച്ചു, രോഗം സൗഖ്യമാകാൻ താമസിച്ചു, കുഞ്ഞ് ഉണ്ടാകാൻ താമസിച്ചു എന്ന് വെച്ചാൽ അത് ടെക്നിക്കൽ പ്രോബ്ലം അല്ല, മറിച്ച് സ്പിരിച്വൽ പ്രോബ്ലമാണ്. എന്താണ്? ദൈവം ദീർഘക്ഷമ കാണിക്കുന്നു. എന്തിനാണ് ദീർഘക്ഷമ കാണിക്കണത്? ആരും നശിച്ചു പോകാതെ നിങ്ങൾ അനുദപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കണത്. അനുദപിക്കുന്നതിന് വേണ്ടി ദൈവം കാത്തിരിക്കുകയാണ്. അപ്പോൾ ഉടമ്പടിയുടെ മെയിൻ സംഭവങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. 2015 അമ്മ ഉടമ്പടി തരുമ്പോൾ ഫസ്റ്റ് വേർഡ് എന്താണെന്ന് അറിയാമോ? അനുദപിച്ചാൽ, അനുസരിച്ചാൽ അവർ അനുഗ്രഹം ഐശ്വര്യം പ്രാപിക്കും. ഐശയ്യ 1:19. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഐശയ്യ 1:19. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അപ്പോൾ അനുസരണം എന്നാണ് വിളിക്കുന്നത്. അനുതാപത്തിന് വിളിക്കണ പേര് അനുതാപം എന്നല്ല, എന്താ? ഒബീഡിയൻസ് എന്നാണ് വിളിക്കണത്. ഫെയ്ത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഫെയ്ത്തിൻ്റെ കണ്ടൻറ്റ് വൈസിൽ ശരിക്കും പറഞ്ഞാൽ ഉള്ളത് ഒബീഡിയൻസാണ്. ഫെയ്ത്തിന് അനുസരണം എന്നാണ് വിളിക്കുന്നത് ബൈബിള്. കണ്ടൻറ്റ് വൈസ് അതാണ്. അപ്പോഴേ ഫെയ്ത്തിൻ്റെ കണ്ടൻറ്റ് വൈസിൽ ഒരു മനുഷ്യൻ കാണപ്പെടാത്ത ലഭിക്കുമോ എന്നുള്ള പ്രത്യാശയേക്കാൾ ഉപരി ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്നതാണ് ഫെയ്ത്ത്. വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ വിശ്വാസം വചനത്തിലാണ്. പക്ഷേ വചനത്തിലുള്ള എന്ത് വിശ്വാസമാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വചനത്തെ അനുസരിക്കുന്ന വിശ്വാസമാണ്. ഫെയ്ത്ത് ഈസ് ഒബീഡിയൻസ്. അതുകൊണ്ടാണ് വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? അനുസരണമാണ്. അല്ല നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുകയും അത് ലിപ് സർവീസായിട്ട് മാറുകയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ സ്ഥാനമില്ലാതിരിക്കുകയും ദൈവത്തിൻ്റെ വചനത്തെ പാലിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അവിശ്വാസികളായിട്ടാണ് തുടരുന്നത്. അവിശ്വാസികളോട് ദൈവം ദീർഘക്ഷമ കാണിച്ചുകൊണ്ടിരിക്കും. എന്തിനാണ്? ദൈവം ചേർക്കട്ടെ. നിങ്ങൾ നശിച്ചു പോകാതെ ദൈവവചനം അനുസ്മരിച്ചുകൊണ്ട് സ്നേഹത്തിൽ പുതിയതായി മാറാൻ വേണ്ടി നിങ്ങൾ എല്ലാ മേഖലകളിലും അനുതാപത്തിൻ്റെ ഒരു കാത്തിരിപ്പ് ദൈവം നടത്തുകയാണ്. അപ്പോൾ താമസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവം കാത്തിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ അനുസരിക്കാൻ കാത്തിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. നിങ്ങൾ അനുസരിക്കാൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വചനത്തെ അനുസരിക്കാൻ കാത്തിരിക്കുന്നു എന്നാണ്. എത്രയോ പേരാണ് വചനത്തെ അനുസരിക്കാത്തത്, ഉടമ്പടിയെ അനുസരിക്കാത്തത്. എല്ലാവരും വിചാരിച്ചിരിക്കണം ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 5:30 മണിക്ക് എഴുന്നേറ്റ് ചെല്ലുമ്പോൾ എല്ലാം ആയെന്നാണ്. ഉടമ്പടി അതിൻ്റെ ഒരു 30% ആകുന്നുള്ളൂ. ബാക്കിയുള്ളത് എല്ലാം എന്താണ്? ദൈവവചനം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു എന്ന് പറയുന്ന അനുസരണമുണ്ട്. ആ കർത്താവിൻ്റെ വചനത്തോട് അനുസരണം എന്താണ്? അപ്പോൾ നീതിമാൻ ചോദിക്കും, കർത്താവേ, ഞങ്ങൾ എപ്പോഴാണ് അങ്ങനെ രോഗിയെ കണ്ടത്, കാരാഗ്രഹവാസിയെ കണ്ടിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ആരെല്ലാം ശുശ്രൂഷിച്ചു? അതെല്ലാം ഞാനായിരുന്നതാണ്. അതായത് കർത്താവിനെ മറ്റു വ്യക്തികളിൽ കാണാൻ വേണ്ടി ഞാൻ തയ്യാറായിക്കൊള്ളാമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ദൈവത്തോട് ഉടമ്പടിക്കുമ്പോൾ പറയുന്നത് എന്താണ്? മറ്റു വ്യക്തികളിൽ സഹായം ആവശ്യമുള്ളവർ ഞാൻ കർത്താവിനെ കണ്ടോളാം. അവരെ മനുഷ്യരെ ഞാൻ കാണുന്നില്ല, അവിടെ ജാതി നോക്കണില്ല, അവിടെ ആവശ്യം നോക്കിക്കൊണ്ട് ഞാൻ അവരെ സഹായിച്ചോളാം. അത് ക്രിസ്തുവായി കണ്ടോളാം. ഈ പപ്പടക്കാരത്തിൻ്റെ കാര്യമൊക്കെ അറിയാവോ? പപ്പടക്കാരത്തി ആദ്യകാലങ്ങളിൽ ഈ പ്രത്യക്ഷീകരണമൊക്കെ തന്നെ പ്രാർത്ഥന നടന്നതേ. കാര്യം അവളെ സംബന്ധിച്ചുള്ളൊരു പപ്പടം ഉണ്ടാക്കിയിട്ടല്ലേ ഇതൊക്കെ ചെയ്ത് ജീവിക്കേണ്ടത്. അതിനിടയ്ക്ക് ഭർത്താവിൻ്റെ കിഡ്നി പോയില്ലേ, അതിനിടയ്ക്ക് ഭർത്താവിൻ്റെ ഹൃദയം ഇപ്പോൾ ബ്ലോക്കായില്ലേ, ഇപ്പോഴ് അത് ഓപ്പറേഷൻ വേണമെന്ന് പറയണില്ലേ. അപ്പോൾ അവളെങ്ങനെ അവൾക്ക് സമയമുണ്ട്? രോഗികളെ പോയി കാണാൻ, വീട്ടിൽ തന്നെ രോഗിയുണ്ടല്ലോ, രോഗികളെ പോയി കാണാൻ പറ്റുമോ? അതുപോലെ ആർക്കെന്ത് ഭക്ഷണം കൊടുക്കാനാണ്? അവർ തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ, അവർ തന്നെ ജീവിതത്തിൽ പപ്പടം എടുത്തിട്ട് ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുകയല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും അവൾ നിർത്തിയിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രം ചൊല്ലി.
പ്രത്യക്ഷ പ്രാർത്ഥന മാത്രം ചൊല്ലിയിരിക്കുമ്പോൾ ഹീസ് നോട്ട് ഇൻ കവനൻറ്റ്, ഷീസ് നോട്ട് ഇൻ കവനൻറ്റ്. അവർ ഉടമ്പടിയിലല്ല. കാര്യം ഉടമ്പടിയിൽ അനുസരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവർക്ക് അത് സാധ്യതയുണ്ട്, സാധ്യതയില്ല എന്നല്ല പ്രശ്നം. സാധ്യതയില്ലാത്ത ഒരു സാധനം ഉടമ്പടിയില്ല. എല്ലാ കാര്യവും നമ്മൾ മനസ്സ് വെച്ചാൽ സാധിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരും മറ്റുള്ളവരുടെയൊക്കെ അയൽക്കൂട്ടത്തിൽ ലോൺ എടുത്ത് എന്തുകൊണ്ടാണ് ആൾക്കാർ വേളാങ്കണ്ണി പോകുന്നത്? സാധ്യതയില്ലാച്ചിട്ടാണ്. സാധ്യതയുണ്ട്. ചില ആൾക്കാരൊക്കെ ഞാൻ ചെറിയ ഇടവൊക്കെ ചെല്ലുമ്പോൾ മുട്ടയടിച്ചിരിക്കണം കാണാം. അപ്പോൾ അവർ പണ്ട് ഉടമ്പടി എടുത്തിട്ടുള്ള പാർട്ടിയാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് അയ്യോ പൊന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടമാണ്, കരച്ചില്ല, വിഷമമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അവർ തന്നെ അതേ സമയം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം എവിടെ നിന്നാണ് രക്ഷ എന്നറിയാൻ പാടില്ലാതെ അവരിങ്ങനെ പരക്കാൻ പാടില്ല. ദേ ആർ നോട്ട് ഇൻ കവനൻറ്റ്. കാരണം ഉടമ്പടിയേക്കാൾ വലുത് ദൈവത്തിനൊന്നും ചെയ്യാനില്ല. ഇത് ലാസ്റ്റ് ഓപ്ഷൻ പ്രെയറാണ്. ലാസ്റ്റ് ഓപ്ഷൻ പ്രെയർ എന്ന് വെച്ചാൽ ഫുൾ ഓപ്ഷനാണ്. അതേസമയം തന്നെ ദൈവവചനത്തിൻ്റെ സാര സംഗ്രഹം കാച്ചി കുറുക്കി സത്ത് പിഴിഞ്ഞ് കടഞ്ഞെടുത്തിരിക്കണതാണ് ഈ ഉടമ്പടിയിൽ. അത് വിശ്വസ്തയോടെ സത്യസന്ധമായിട്ട് വ്യക്തി ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അടയാളം കാണാൻ തുടങ്ങും. ഈ അടയാളം കാണാതെ ഈ അപേക്ഷക്കത്ത് കൊണ്ടുവന്ന് കെട്ടിത്താത്തിട്ടും പോയിട്ടുള്ള ആൾക്കാരാണ് അഭ്യാസം കാണിച്ച് മുട്ട പിടിച്ച് നടക്കുന്നത്. പക്ഷേ ഞാനത് തെറ്റൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം മുട്ട അടിച്ചുകൊണ്ട് തീരുന്നതല്ല ദൈവത്തിൻ്റെ ദീർഘക്ഷമയുടെ വിഷയം. ദൈവം ദീർഘക്ഷമയുടെ വിഷയം എന്ന് പറയുന്നത് നിൻ്റെ മുടി മുറിച്ച കൊണ്ട് മുട്ട അടിച്ചുകൊണ്ട് തീരത്തില്ല. പിന്നെ എന്താ തീരണത്? നീ അനുസരിക്കണമെന്നാണ് പറയണത്. എന്തനുസരിക്കണം? ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം. ദൈവത്തിൻ്റെ വചനം നിനക്ക് ശത്രുക്കൾ ഉണ്ടാകാൻ പാടില്ല. ഇന്ന് ക്ലിനത്തെ എന്നാ പ്രസംഗിച്ചിരിക്കണത്? അതായത് ആ സാക്ഷ്യം കേട്ട ആൾക്കാരുടെ സമയത്ത് ഇപ്പോഴും ശത്രുക്കൾ നിലനിൽക്കുന്നു. 10 വർഷമായിട്ട് സംസാരിക്കാത്ത ഉണ്ടെന്നൊക്കെ പറയുമ്പോഴേ നിങ്ങൾ കവനൻ്റിലല്ല, നിങ്ങളെ ദീർഘക്ഷമയോടെ ദൈവം കാത്തിരിക്കുന്നതിൻ്റെ അർത്ഥം. അതിനനുസരിച്ച് വചനത്തെ അനുസരിക്കുന്നതിലൂടെ എന്താണ് ഇനിയും അനുസരിക്കാത്തത്? നിങ്ങൾ ചിന്തിക്കണം. ഏത് വിഷയമാണ് ഞാൻ അനുസരിക്കാത്തത്? എനിക്കിപ്പോഴും രഹസ്യ പാപങ്ങളുണ്ടോ? എനിക്കിപ്പോഴും അതുപോലെ തന്നെ മോഹപാപങ്ങളുണ്ടോ? എനിക്കിപ്പോഴും കുമ്പസാരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ടോ? നിങ്ങൾ 2 ആഴ്ച കുമ്പസാരിക്കണോ 2 മാസം കുമ്പസാരിക്കണോ എന്നല്ല പ്രശ്നം. ഉടമ്പടി ഉദ്ദേശിക്കുന്ന ആത്യന്തികമായ ദൈവിക ലക്ഷ്യം എന്ന് പറയുന്നത് കുമ്പസാരിക്കേണ്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കരുതെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുമ്പസാരിക്കേണ്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പറ്റും. അതിന് ആന്തരികമായ അഭിഷേകം മേടിച്ചാൽ മതി. ദൈവത്തെ സ്നേഹിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആന്തരികമായ അഭിഷേകം കിട്ടിക്കൊണ്ട് പാപസാഹചര്യം ദൈവം മാറ്റുകയും പാപം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ ഒരു അഭിഷേകത്തിലേക്ക് നിൽക്കുന്ന കഴിയുമ്പോൾ ഈ ഉടമ്പടി പെട്ടെന്ന് നിങ്ങൾക്ക് ടൈം ഷോർട്ട് ചെയ്യണം കാണാം. പടപടാ നിങ്ങൾ ഷോർട്ട് ചെയ്യും. അപ്പം നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് പാപത്തെ തന്നെ, പാപത്തിൻ്റെ സാഹചര്യത്തെയാണ്. പാപം മൂലം നമുക്കുണ്ടാകുന്ന കൊച്ചു സന്തോഷങ്ങളും ഭൗതികമായ ആനുകൂല്യങ്ങളും ദൈവത്തിൻ്റെ നാമത്തിൽ വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് അതിനേക്കാളുപരി എൻ്റെ ജീവനേക്കാളുപരി ദൈവത്തെ സ്നേഹിച്ച് ക്രിസ്തുവിനെ സ്നേഹിച്ച് കഴിഞ്ഞാൽ എൻ്റെ ദൈവ പൈതലെ ദൈവത്തിൻ്റെ പോളിസിയായ കാലവിളംബം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല. നിൻ്റെ ഉടമ്പടിയുടെ മേൽ ദൈവികമായ തീരുമാനം ഉണ്ടാകും. അത് നീ വിചാരിക്കണം മാത്രമല്ല, നീ വിചാരിക്കാത്ത കാര്യങ്ങളെ കൂടി കർത്താവിന് തിരിച്ചതിന് നിനക്ക് നന്മയാണെന്ന് തോന്നുന്ന കാര്യങ്ങളുടെ മേൽ ദൈവിക തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അഭിഷേകത്തിനായി പ്രാർത്ഥിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.